ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്നൊരു 3 വണ്ടിയുടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞായറാഴ്ചയാണ് ഇന്ന്. അപ്പോൾ ഇന്നാണ് ഒരു വണ്ടി ഡെലിവറി ചെയ്തത്. ഇന്നലെ ഒരെണ്ണം ഡെലിവറി ചെയ്തു. അതേപോലെ തന്നെ കഴിഞ്ഞ വീക്കിൽ ഒരെണ്ണം ഡെലിവറി ചെയ്തിട്ടുണ്ടായി. ഈ 3 വണ്ടിയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ 3 വണ്ടിയുടെ ഡെലിവറിയുടെ, അതായത് 3 വണ്ടി കംപ്ലീറ്റ് ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1 lakh സബ്സ്ക്രൈബർ ആകുമ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയ്ക്ക് പോവാം. ഇന്നോവയ്ക്ക് വരുന്ന ഒരു റെഡ് കളറായിരുന്നു. ആ കളറ് മിസ്റ്റീരിയസ് വൈലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്വിഫ്റ്റിന് വരുന്ന ഒരു കളറുണ്ട്. ആ കളർ അടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളതിൻ്റെ അണ്ടർകോട്ട് അടിച്ചു കഴിഞ്ഞു. രജിസ്ട്രേഷൻ സ്റ്റിക്കറടക്കം റിമൂവ് ചെയ്യാനിരുന്ന ഒരു നല്ലൊരു വണ്ടിയായിരുന്നു കേട്ടോ. അതായത് ബാക്കിൽ നമ്മൾ നമ്പർ പ്ലേറ്റ് അയച്ചു നോക്കിയപ്പോൾ അവിടെ രജിസ്ട്രേഷൻ സ്റ്റിക്കറടക്കം ഉണ്ടായിരുന്നു. ഡെൻറ്റിങ് ഉണ്ടായിരുന്നു നോർമലായിട്ട്. പക്ഷേ വേറെ മേജറായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയായിരുന്നു കേട്ടോ. റെഡ് കളർ വണ്ടിയാണ്. അതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ അണ്ടർകോട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ പെയിൻ്റ് അടിക്കാനുള്ള രീതിയിൽ അരുൺ ഭായ് വരച്ചുകൊണ്ടിരിക്കുക. അരുൺ ഭായ് ചെയ്യുന്നത് ഓക്കെ, അടിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിസ്റ്റീരിയറ്റ് വയലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കളറിൻ്റെ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെയാണ് ക്ലിയർ കോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതടിക്കാനുള്ള രീതിയിൽ അതിൻ്റെ മിക്സിങ്ങൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അതിക്ക് മുമ്പ് നമ്മൾ ഇപ്പോൾ 2 കോട്ട് അടിച്ച് കഴിഞ്ഞു. 2 കോട്ട് അടിച്ച് കഴിഞ്ഞ ശേഷം ഒരു വൈഡ് ഇതിലിട്ടിട്ട് ഫുള്ളായിട്ട് ഒന്നും കൂടി ഒന്ന് അടിക്കും. ഔട്ടർ മാത്രം ഒന്നുകൂടി അടിക്കും. അതിന് ശേഷമാണ് നമ്മൾ ക്ലിയർ കോട്ട് അടിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടി മിക്സ് ചെയ്യണം. ഫൈനലായിട്ടുള്ള പെയിൻറ്റ് കോട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ വണ്ടി ക്ലിയർ കോട്ട് ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 2 കോട്ട് ക്ലിയർ അടിക്കുക. ഫസ്റ്റ് കോട്ട് കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് കോട്ട് അടിച്ചിട്ട് നമുക്ക് പുറത്തിറക്കിയിട്ട് ഇനി കാണാം കേട്ടോ. വൈകുന്നേരം ആയിട്ടുണ്ട്. ഓക്കെ, നാളെ കാണാം.
നമ്മളിവിടെ 2012 മോഡൽ ഒരു ഇന്നോവയാണ് കേട്ടോ. ടൈപ്പ് 3 മോഡലായിരുന്നു. അപ്പോൾ ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തു. പിന്നെ നോർമൽ ഹെഡ്ലൈറ്റും ഡെയിലൈറ്റൊക്കെ ആയിരുന്നു, അതെല്ലാം റീപ്ലേസ് ചെയ്ത് ഇതേ ഈ ഒരു മോഡലിലേക്ക് മാറിയിട്ടുണ്ട്. സിൽക്കി ഗോൾഡ് കളർ ഫുൾ പെയിൻറ്റിങ് ചെയ്തു. നമ്മൾ ഫ്രണ്ട് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിൽ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ HDMI ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോഗ് ലാമ്പ് LED ടൈപ്പ് ഫോഗ് ലാമ്പാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടൈപ്പ് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആണ് അതിന്. ഈ ഒരു ടൈപ്പ് ചെയ്തു. ഇത് HDMI കൊടുത്തിട്ടുണ്ട് ഹെഡ്ലൈറ്റ്. അതേപോലെ തന്നെ നമ്മളുടെ സിഗ്നൽ ലൈറ്റ് ടൈപ്പ് ഇൻഡിക്കേറ്റർ വരുന്ന മിറർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അലോയ് വീൽ ഇത് കസ്റ്റമർ കൊണ്ടുവന്ന ഒരു അലോയ് വീലാണ്. അപ്പോൾ അത് ടയറും കാര്യങ്ങളെല്ലാം കസ്റ്റമർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നറിലുള്ള കാലിബർ നമ്മൾ റെഡ് അടിച്ചു. പിന്നെ ബാക്കിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇന്നറിലുള്ള ഡ്രമ്മ് നമ്മൾ ബ്ലാക്ക് കമ്പനി വരുന്ന മാതിരി ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ നമ്മൾ ക്രിസ്റ്റയുടെ ബീഡിങ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ നമ്മൾ ബമ്പർ റിഫ്ലക്ടർ LED ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ LED ടൈലൈറ്റ് ആഡ് ചെയ്തു. നമ്മളുടെ ടൈപ്പ് 4ൻ്റെ ക്രോം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബാക്കിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ സൈഡിൽ ക്രിസ്റ്റ ബീഡിങ് നമ്മൾ ആ ഒരു 17 ഇഞ്ച് അലോയ് അല്ലേ, 17 ഇഞ്ച് അല്ലേ, 16 ഇഞ്ച് അലോയൊക്കെ ഇട്ടിട്ട് വണ്ടി ഒരു പുൽക്കുട്ടനാക്കി മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻസൈഡിലേക്ക് പോകുമ്പോൾ ഇൻസൈഡിൽ സീറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിലേക്കാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. നാപ്പ മെറ്റീരിയലിട്ടിട്ടാണ് നമ്മൾ സീറ്റ് വരെ ചെയ്തിരിക്കുന്നത്. സ്പോർട്ട് മീൻസ് തൈ സപ്പോർട്ടുള്ള രീതിയിലുള്ള സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ ആ ഒരു വൈറ്റ് സ്റ്റിച്ചിങ് കാണാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെയാണ് ബാക്കിലും സീറ്റ് കേട്ടോ. ആ ഒരു രീതിയിൽ നമ്മൾ ഫുള്ളും സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തു. ഫ്ലോറിൽ നമ്മളിപ്പോൾ മാറ്റ് വിരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 70 മാറ്റ് ഇടുന്നുണ്ട്. അതിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിലെ ഈ ഒരു പാനൽ നമ്മൾ ഡിപ്പിൻ ചെയ്തിട്ടുണ്ട്. സെൻറ്ററിലും കേട്ടോ ഈ രീതിയിൽ നേരത്തെ കണ്ട മാതിരി തന്നെ സ്പോർട്ടി ടൈപ്പ് സീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു.